നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇപ്പോൾ വെക്കേഷനാണ്, പോരാത്തതിന് വൈശാഖവും കൂടെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിരവധി ഭക്തജനങ്ങൾ ഗുരുവായൂരപ്പനെ കാണാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. നല്ല തിരക്കൊക്കെയാണ് ക്ഷേത്രത്തിലെ. അപ്പോൾ ഗുരുവായൂർക്കുള്ള ഒരു യാത്ര ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം മനസ്സിലേക്ക് ഓർമ്മ വരിക ഗുരുവായൂരപ്പനെ കാണണം, പ്രസാദമൊട്ട് കഴിക്കണം, പായസമൊക്കെ കുടിക്കണം. പിന്നെ എല്ലാവരും സെർച്ച് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ താമസ സൗകര്യങ്ങളാണ്. അതായത് കുറഞ്ഞ ചെലവിലുള്ള താമസ സൗകര്യങ്ങൾ. കാരണം ഗുരുവായൂരപ്പനെ കാണാൻ വരുമ്പോൾ കൂടുതൽ സമയം ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെയാണോ ചെലവഴിക്കുക. അപ്പോൾ നമുക്ക് റൂമിൽ ചെലവഴിക്കാനായിട്ട് കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് താരതമ്യേന കുറഞ്ഞ റേറ്റിലുള്ളതാണെങ്കിൽ കുറച്ചും കൂടെ സൗകര്യമായിരിക്കും. അപ്പോൾ അതൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ടും വൈശാഖം തുടങ്ങിയത് കൊണ്ടൊക്കെ പലരും എൻ്റെ അടുത്ത് ചോദ്യങ്ങളായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ഏറ്റവും കുറഞ്ഞ ചിലവിൽ എവിടെയാണ് താമസിക്കാനായിട്ട് സാധിക്കുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യൂന്നും കൂടെ പറയാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതേക്കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഗുരുവായൂർക്ക് വരുന്ന സമയത്തെ പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ലോഡ്ജിങ് സംവിധാനങ്ങളുള്ള ഒരു സ്ഥലമാണ്. ഇതൊരു പിൽഗ്രിം സെന്റർ ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ. 100 രൂപ മുതൽ വലിയ തുകകൾക്ക് വരെ ഇവിടെ താമസ സൗകര്യങ്ങൾ ലഭ്യമാണ്. പക്ഷേ സാധാരണക്കാർക്ക് ഇപ്പോൾ നമ്മൾ സാധാരണ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഒന്നെങ്കിൽ ഫാമിലി ആയിട്ടായിരിക്കും വരിക, അല്ലെങ്കിൽ ഒറ്റയ്ക്കായിട്ടായിരിക്കും വരിക, അല്ലെങ്കിൽ ഇപ്പോൾ ഫാമിലി അല്ലാത്ത ഗ്രൂപ്പുകളൊക്കെ ആയിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കാം. ചിലർക്കാണെങ്കിൽ വന്നിട്ട് തൊഴുതിട്ട് അപ്പോൾ തന്നെ പോകും. ഒന്ന് ഫ്രഷ് അപ്പ് സംവിധാനങ്ങൾ മാത്രമേ ആവശ്യമായിട്ട് വരുന്നുണ്ടായിരിക്കുള്ളൂ. ചിലരിപ്പോൾ ഭജന ഇരിക്കാനൊക്കെ ആയിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ ക്ഷേത്രത്തിൽ തന്നെയാണ് കൂടുതൽ സമയം ചെലവഴിക്കുക. കിടക്കാനായിട്ടൊരിടം, അങ്ങനെ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കിടക്കാനായിട്ടൊരിടം, അങ്ങനെയായിരിക്കും ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് വരുന്നവർക്കൊന്നും ഇവിടെ പ്രൈവറ്റ് ആയിട്ട് റൂംസ് ഒന്നും നൽകില്ല കേട്ടോ ആരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എവിടെയാണ് താമസിക്കുക? അതിപ്പോൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ താമസിക്കാനായിട്ടുള്ള സ്ഥലങ്ങളെക്കുറിച്ച്. അപ്പോൾ പൊതുവെ ചിലവ് കുറഞ്ഞ രീതിയിൽ താമസിക്കാനുള്ള സ്ഥലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന വീഡിയോ തന്നെയായിരിക്കും. അപ്പോൾ ഗുരുവായൂർക്ക് വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ താമസ സൗകര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നവരായിരിക്കും എല്ലാവരും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഇതെന്തായാലും ഉപകാരപ്പെടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടല്ല ഞാൻ പറയണത്, എന്നാലും ഒരുവിധം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടാണ് പറയണത് കേട്ടോ. ഇന്ന ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആണ്, ഇന്ന കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമല്ലോ. അപ്പോൾ നമുക്കിന്ന് ഗുരുവായൂരിലെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ താമസിക്കാനായിട്ടുള്ള സാധിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ച് പറയാട്ടോ. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്നലത്തെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറയാം. ഇന്നലെ വളരെ വിശേഷപ്പെട്ട ദിവസം ആയതുകൊണ്ട് തന്നെ ക്ഷേത്രതയും ബലരാമ ജയന്തിയും പരശുരാമ ജയന്തിയും അങ്ങനെയുള്ള വിശേഷ ദിവസം ആയതുകൊണ്ട് തന്നെ ഇന്നലെ കാഴ്ചശീവേലി ഉണ്ടായിരുന്നു കേട്ടോ. കാഴ്ചശീവേലിയുടെ ആ പടിഞ്ഞാറേ നടയിൽ എത്തുന്ന സമയത്താണ് ഞങ്ങൾ തൊഴാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അധികം സമയം ഇന്നലെ ക്യൂ നിൽക്കേണ്ടൊന്നും വന്നില്ല കേട്ടോ. നേരെ തന്നെ കയറി. അപ്പോൾ ആ വാതിൽമാടം കടന്ന ഉടനെ നല്ല ഭംഗിയിൽ ധാരാളമായിട്ട് നിറമാലകളൊക്കെ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാ നിറങ്ങളിലും ഉണ്ടായിരുന്നു. തുളസി കൊണ്ടുള്ളത്, തെച്ചി കൊണ്ടുള്ളത്, താമരയൊക്കെ ഇടയിൽ കോർത്തിട്ടുള്ളത്. നല്ല അതിങ്ങനെ അടുപ്പിച്ചിടുമ്പോൾ ഇങ്ങനെ പന്തൽ പോലെയല്ലേ തോന്നുക. അത്ര ഭംഗിയുണ്ടായിരുന്നു. നിറയെ മാലകൾ കൊണ്ടുള്ള പന്തൽ പോലെ തോന്നിക്കുന്ന രീതിയിലായിരുന്നു കേട്ടോ. ഭഗവാന് നല്ല സന്തോഷത്തിൽ നിൽക്കുന്നത്, നല്ല മിടുക്കനായിട്ട് ഓടക്കുഴൽ ഊതിക്കൊണ്ടാണ് ഭഗവാൻ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. 2 കുഞ്ഞി കാലുകളും പിണച്ച് വെച്ചുകൊണ്ടാണ് ആ പൊന്നോടക്കുഴലി ചുണ്ടോട് ചേർത്ത് വെച്ചിട്ട് വേണുഗാനം പൊഴിക്കുണ്ടായിരുന്നേ. നമ്മളെല്ലാവരെയും സന്തോഷിപ്പിക്കാനായിട്ട് ആ വേണുനാദത്തിന്റെ ആ ഒരു ലഹരിയിൽ, ഭക്തി ലഹരിയിൽ ആറടിക്കാനായിട്ട് ഒരു കുഞ്ഞുണ്ണിയാണ് കേട്ടോ. മുതിർന്ന ആളൊന്നുമല്ല. എന്നിട്ടും ആ ഉണ്ണിയെ കാണുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ ഓടക്കുഴൽ നാദം കേൾക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം, അത് അത്രയും വലിയ സന്തോഷമാണ് കേട്ടോ. ഭഗവാൻ നന്നായി അണിഞ്ഞൊരുങ്ങിയിട്ടാണ് ഇന്നലെ നിൽക്കുന്നുണ്ടായിരുന്നത്. 2 തിരുമുടിമാല ഉണ്ടായിരുന്നു. ഒരെണ്ണം പിങ്ക് നിറത്തിലെ താമരയുടെ ഇതൾ കൊണ്ടാണ് കോർത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരെണ്ണത്തിലെ കൂടുതലും വെളുത്ത കളറാണ് കേട്ടോ. അതായത് നന്ദ്യാർവട്ടാണ്. ഒരു വശത്തായിട്ട് കുറച്ച് ഭാഗത്ത് മാത്രം കുറച്ച് തുളസി കോർത്തിട്ടുണ്ട്. പിന്നെ 2 ഉണ്ടമാലകൾ ഉണ്ടായിരുന്നു. ഇതേപോലെ തന്നെയാണ് ഉണ്ടമാലകളും. അതായത് ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നത് മുഴുവനായിട്ട് ഇങ്ങനെ നന്ദ്യാർവട്ടത്തിലാണ് കോർത്തിരിക്കുന്നത്. നല്ല ഭംഗിയിൽ നല്ല തൂവെള്ള നിറത്തിലെ ആ പാദങ്ങളുടെ അവിടേക്ക് എത്തുന്ന സമയത്ത് കുറച്ച് തുളസി കോർത്തിട്ടുണ്ട്. പിന്നെ ഒരു വേറുണ്ടമാല എന്ന് പറയുന്നത് താമരയുടെ ഇതൾ തന്നെയാണ് കേട്ടോ. പിങ്ക് നിറത്തിലുള്ള താമരയുടെ ഇതൾ താഴേക്ക് എത്തുമ്പോൾ തുളസി കോർത്തിട്ടുണ്ട്. ഇതിന് നടുക്കാണ് ഓടക്കുഴൽ ഊതിയിട്ട് നമ്മുടെ ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. നല്ല ഭംഗിയിൽ പീലി തിരുമുടിയൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. യശോദാമ്മ ഒരു കുഞ്ഞു പീലിയൊക്കെ ചാർത്തി കൊടുത്തിട്ടുണ്ട്. ഏട്ടന്റെ പിറന്നാളൊക്കെ അല്ലേ. അപ്പൊ അനിയൻ നല്ല സുന്ദരനായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
എന്നിട്ട് നെറ്റിയിൽ ഗോപി തിലകമൊക്കെ വെച്ചിട്ടുണ്ട്, കാതുപൂക്കളുണ്ട്, 2 തോളുകളിലും തിലകങ്ങൾ വെച്ചിട്ടുണ്ട്, ഒരു കുഞ്ഞു ദേഹമൊക്കെ ആയിട്ട് ചാർത്തിരിക്കുന്ന ചെറിയൊരു ഉണ്ണികൃഷ്ണൻ. എന്നിട്ട് 2 കുഞ്ഞു കൈകൾ കൊണ്ടും പൊന്നോടക്കുഴലെ ചുണ്ടോട് ചേർത്ത് പിടിച്ചിരിക്കുക. കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നന്നായി കാണാനുണ്ട്, നല്ല തിളക്കമുണ്ട്, തോൾവളയൊക്കെ നല്ല വീതിയിലുണ്ട്. പിന്നെ മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട്, കരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ട്, പട്ടുകോടൊക്കെ കൊടുത്തിട്ടുണ്ട്, കുഞ്ഞിക്കാലുകൾ നല്ല രസമായിട്ട് പിണച്ച് വെച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക ഒരു ഭാവത്തിലുള്ള ഒരു നിൽപ്പ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. എന്ത് രസത്തിലെ കാലുകൾ ഇങ്ങനെ വെച്ചിരിക്കണമെന്ന് തോന്നി എനിക്ക്. അപ്പോൾ കുറച്ചുകൂടെ ഒരു കൗതുകം തോന്നി ആ ഒരു അലങ്കാരം കണ്ടപ്പോൾ. കാൽത്തളകളും അണിഞ്ഞിട്ടുണ്ട്, അത് നല്ല വീതിയിലാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് നന്നായിട്ട് കാണാം. ആഭരണങ്ങളൊക്കെ നന്നായിട്ട് അണിഞ്ഞിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാകുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു അമ്മയെ കണ്ടു കേട്ടോ. അപ്പോൾ അമ്മ ചോദിച്ചു, എങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് കാണാനൊക്കെ ആയിട്ട് സാധിക്കണതെന്ന് ചോദിച്ചു. അമ്മയ്ക്ക് നേരെ മുന്നിൽ എത്തുമ്പോഴാണ്, കുറച്ചു നേരം കാണും, അത് പെട്ടെന്ന് മറന്നു പോകുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ടാണ്, കാണാനും സാധിക്കാറുണ്ട്, കണ്ടതൊക്കെ ഓർമ്മിച്ച് വെക്കാനും സാധിക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, ശരിയാണ്, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അത് സാധിക്കണതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ രൂപം, ഓടക്കുഴൽ ഊതിയുടെ കാലുകളൊക്കെ പിണച്ച് വെച്ചുകൊണ്ട് ഓടക്കുഴലിൽ നിൽക്കുന്ന നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ രൂപം നന്നായി ഒന്ന് മനസ്സിൽ ധ്യാനിച്ചിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരും ആ ഗുരുവായൂരപ്പൻ്റെ മുന്നിലൊന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരാട്ടോ. ഗുരുവായൂരിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ചിലവിൽ താമസിക്കാനായിട്ടുള്ള സ്ഥലങ്ങളെക്കുറിച്ചാണ്, 5 സ്ഥലങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അത് പലതരത്തിൽ വരുന്നവരുണ്ട്, ഫാമിലി ആയിട്ട് താമസിക്കാനായിട്ട് വരുന്നവരുണ്ട്, ഭജന ഇരിക്കാനായിട്ട് വരുന്നവരുണ്ട്, ചിലർക്കൊക്കെ നൈറ്റ് സ്റ്റേ മാത്രമേ ആവശ്യമായിട്ടുണ്ടായിരിക്കുള്ളൂ, ചിലർക്കാകട്ടെ മണിക്കൂറുകൾ മാത്രമേ ആവശ്യമായിട്ട് വേണ്ടിയിരിക്കുള്ളൂ ആ ഒരു ഉപയോഗപ്പെടുത്താനായിട്ട്. ഇപ്പോൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഒറ്റയ്ക്കായിട്ടാണെങ്കിലും കൂട്ടമായിട്ടാണെങ്കിലും വരുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ചിലർക്കാണെങ്കിൽ ഫ്രഷപ്പ് സംവിധാനങ്ങൾ മാത്രമേ ആവശ്യം വരുള്ളൂ, ചിലർക്ക് അവരുടെ വസ്തുക്കൾ സൂക്ഷിക്കാനായിട്ടുള്ള ക്ലോക്ക് റൂം മാത്രമേ ആവശ്യമായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് നമുക്ക് ഈ സ്ഥാപനങ്ങളെ ഈ സ്ഥലങ്ങളെ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിന്റെ തന്നെ കംഫർട്ട് സ്റ്റേഷനും ക്ലോക്ക് റൂമും ഒക്കെ ഉണ്ട്. അത് സൗകര്യമായിട്ട് ഉപയോഗിക്കേണ്ടവർക്ക് അവിടെ ഉപയോഗിക്കാം. അതല്ലാതെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചിലവ് കുറഞ്ഞ സ്ഥാപനങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ പറയാനായിട്ട് പോണത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്ഥലത്തെ കുറിച്ച് പറയാം കേട്ടോ. ഇത് കിഴക്കേ നടയിലെ, പടിഞ്ഞാറേ നടയിലെ, തെക്കേ നടയിലെ, വടക്കേ നടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ ഗുരുവായൂർ നഗരസഭ, ആ പദ്ധതികളിൽ ഗുരുവായൂർ നഗരസഭ നിർമ്മിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടുത്തെ പടിഞ്ഞാറേ നടയിലുള്ളതാണ് ഏറ്റവും ചിലവ് കുറഞ്ഞിട്ട് താമസിക്കാനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചിലവ് കുറഞ്ഞത് നമ്മൾ ആദ്യം പറയുമല്ലോ, അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ ഇതിൻ്റെ പേര് ഞാനൊന്ന് വായിക്കാം കേട്ടോ. കുടുംബശ്രീ നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷൻ സിറ്റി ലൈവ്ലിഹുഡ് സെന്റർ എന്നാണ് പേര്, CLC എന്ന് ചുരുക്കിയിട്ട് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ഡോർമെട്രി സംവിധാനമാണ് ഉള്ളത്. നോൺ AC ആണ്, അതുകൊണ്ടാണ് ഇവിടെ ചെലവ് കുറഞ്ഞിട്ട് വരുന്നത് കേട്ടോ. പ്രീ ബുക്കിംഗ് ഒന്നുമില്ല, വാക്കിംഗ് കസ്റ്റമേഴ്സിനാണ് ഇവിടെ നമുക്ക് അവിടെ ഉപയോഗിക്കാനായിട്ട് സാധിക്കാം. അപ്പോൾ ഇവിടെ മണിക്കൂറുകൾക്കാണ് 6 മണിക്കൂർ, അതുപോലെ 12 മണിക്കൂർ, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ 6 മണിക്കൂറിന് 100 രൂപ പ്ലസ് GST, 12 മണിക്കൂറിന് 200 രൂപ പ്ലസ് GST, അങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഒരു ഗ്രൂപ്പായിട്ട് വരുന്നവരുണ്ടായിരിക്കുമല്ലോ. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭജന ഇരിക്കാനൊക്കെ ആയിട്ട് വരുന്നവർക്ക്, അവർക്ക് ചിലപ്പോൾ രാവിലെ മൊത്തം ക്ഷേത്രത്തിനകത്താണ് ഭജന ഇരിക്കുക. അപ്പോൾ നൈറ്റ് സ്റ്റേക്ക് മാത്രമേ വേണ്ടി വരുള്ളൂ. അപ്പോൾ ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ഒരു 30-32 പേർക്ക് താമസിക്കാം, അവർക്ക് ഒക്യുപ്പൈ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഹോൾ സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ റേറ്റൊക്കെ എത്രയാണെന്ന് പറയാം. അതേപോലെ തന്നെ വെയിറ്റിംഗ് ഏരിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമുക്ക് ട്രെയിനൊക്കെ വരാനായിട്ട് കുറച്ച് സമയം എടുക്കും, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പോകേണ്ട ബസ് വരാനൊക്കെ ആയിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പം അത്രയും സമയം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. അതിനുള്ള ഒരു സൗകര്യം ഉണ്ട്. 40 രൂപയൊക്കെയാണ് അതിന് വരണത്. അതുപോലെ തന്നെ ഫ്രഷപ്പ് സംവിധാനങ്ങളുണ്ട്, ഫ്രഷപ്പ് സംവിധാനങ്ങൾ മാത്രമായിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇതൊക്കെ സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതൊറ്റയ്ക്ക് വരുന്നവരാണെങ്കിലും ഗ്രൂപ്പായിട്ട് വരുന്നവരാണെങ്കിലും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അപ്പോൾ വരുന്നവരുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണല്ലോ. നമുക്ക് ആദ്യം ഈ CLCയുടെ വീഡിയോ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ റേറ്റുകളൊക്കെ ഒന്ന് പറയാം. നമുക്ക് ഇവിടുത്തെ റേറ്റുകളൊക്കെ ഒന്ന് വായിക്കാം കേട്ടോ. ഡോർമെട്രിയാണ് മെയിനായിട്ട് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഡോർമെട്രി സംവിധാനത്തിലെ 12 മണിക്കൂറിന് 200 രൂപ പ്ലസ് 10 രൂപ GST, 210 രൂപയാണ് ടോട്ടൽ വരുന്നത്. 6 മണിക്കൂറാണെങ്കിൽ 105 രൂപയാണ് വരിക കേട്ടോ. ഇനി ടോയ്ലറ്റ് ബാത്റൂം സംവിധാനങ്ങളുണ്ട്, അതിന് പെർ ഹെഡ് 30 രൂപയാണ്.
വെയിറ്റിംഗ് ഏരിയയ്ക്ക് 1 മണിക്കൂറിന് 40 രൂപയാണ്. റെസ്റ്റ് റൂമിന് 12 മണിക്കൂറിന് 120 രൂപയാണ്. ക്ലോക്ക് റൂം ഫെസിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അവിടെ 6 മണിക്കൂറിന് 10 രൂപയാണ് വരുന്നത് കേട്ടോ. പിന്നെ ഒരു ഹാൾ സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞു, അതിന് 3000 രൂപയാണ് വരുന്നത് കേട്ടോ. ഹാളിൽ മാക്സിമം 30-32 പേരെയാണ് ഓക്യുപ്പൈ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇത്രയും സംവിധാനങ്ങളാണ് അവിടെ ഉള്ളത്. പ്രീ ബുക്കിംഗ് ഇല്ല, വന്നിട്ട് വേണം ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അടുത്ത സ്ഥാപനം വരുന്നത് തെക്കേ നടയിലാണ് കേട്ടോ. പാഞ്ചന്യൊക്കെ ഉണ്ടല്ലോ, അതിന് തൊട്ടടുത്തായിട്ടാണ് ഇത് വരുന്നത്. അതിൻ്റെ പേര് വരുന്നത് ഗുരുവായൂർ ദേവസ്വം ഡോർമെറ്ററി ആൻഡ് കംഫോർട്ട് സ്റ്റേഷൻ എന്നാണ് പേര്. അപ്പോൾ ഇവിടെ മുഴുവനായിട്ടും AC ആണ് കേട്ടോ, നോൺ AC ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ AC ഉള്ളിടത്തൊക്കെ ഒരുവിധം സെയിം ചാർജസ് തന്നെ ആയിരിക്കും. അപ്പോൾ അതേക്കുറിച്ചൊന്ന് പറയാം, അതിൽ എത്രയാണ് അതിൻ്റെ ചാർജസ് വരുന്നതെന്നൊക്കെ. ഷോർട്ട് സ്റ്റേക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും ഉപയോഗിക്കാറുള്ളത് കേട്ടോ. ഗുരുവായൂർ ക്ഷേത്രത്തിന് വളരെ അടുത്ത് തന്നെയാണ് ഇതും സ്ഥിതി ചെയ്യണത്. അപ്പോൾ ഡോർമെറ്ററി സംവിധാനമാണ്. 12 മണിക്കൂറിന് 300 രൂപ പ്ലസ് 15 രൂപ GSTയും കൂടെ ചേർത്തിട്ട് 315 രൂപയാണ് കേട്ടോ വരിക. 6 മണിക്കൂറാണെങ്കിൽ 132 രൂപയാണ് വരിക. അപ്പോൾ അത്രയും ചിലവ് കുറവാണ് AC ആയിട്ടും കൂടെ. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുന്ന സൗകര്യങ്ങളാണ് കേട്ടോ. പിന്നെ ഫ്രഷപ്പ് ഉണ്ട്, 30 രൂപയാണ്. യൂറിനൽ, ലഗേജ്, അതിനൊക്കെ സംവിധാനങ്ങളുണ്ട് കേട്ടോ. 10 രൂപ അതിനൊക്കെ വരുന്നുള്ളൂ. കാർ പാർക്കിംഗ് ഉണ്ട് അവിടെ, അതിന് 35 രൂപയാണ് വരണത്. പിന്നെ ട്രാവലർ പാർക്കിംഗ് ഉണ്ട്, അത് 95 രൂപയാണ് വരണത്. അപ്പോൾ ഇവിടെയൊക്കെ താമസിച്ചിട്ടുള്ളവരുണ്ടായിരിക്കും, ഇതൊക്കെ അറിയാത്തത് കൊണ്ട് വേറെ സ്ഥലങ്ങളിലേക്ക് പോകുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും ചിലവ് കുറവൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഒന്ന് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങൾ അറിയാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും കേട്ടോ. എന്തുകൊണ്ടും നല്ലതാണ്. ഇപ്പോൾ വിഷ്ണുവിൻ്റെ തന്നെ ഒരു സുഹൃത്ത് അവിടെയൊക്കെ പോയിട്ട് താമസിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല അഭിപ്രായമാണ് അവിടെയൊക്കെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പിന്നെ എല്ലാ കാര്യങ്ങളും കുടുംബശ്രീ പ്രവർത്തകരാണ് അവിടുത്തെ ചെയ്യുന്നത്. അപ്പോൾ വൃത്തിയും കാര്യങ്ങളൊക്കെ നന്നായിട്ടുള്ള സ്ഥലങ്ങളും കൂടിയാണ്. അപ്പോൾ ഇതാണ് രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇത് തെക്കേ നടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും നമുക്കൊന്ന് പോയിട്ട് കണ്ടിട്ട് വരാം. എല്ലാവരും ഗുരുവായൂർ ദേവസ്വം ഡോർമെറ്ററി ആൻഡ് കംഫർട്ട് സ്റ്റേഷൻ കണ്ടു എന്ന് വിചാരിക്കണം. അടുത്തത് പറയാൻ പോകുന്നത് കിഴക്കേ നടയിലുള്ള സ്ഥാപനത്തിനെ കുറിച്ചാണ് കേട്ടോ. അതിൻ്റെ പേര് ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്റർ എന്നാണ്. ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തായിട്ടാണ് സ്ഥിതി ചെയ്യണത്. ഇതിനോടൊപ്പം തന്നെ ഒരു ഭക്ഷണശാലയും കൂടി ഉണ്ട് കേട്ടോ. കുടുംബശ്രീ പ്രവർത്തകരാണ് അവിടെ നിയന്ത്രിക്കുന്നത്. നല്ല സ്വാദുള്ള ഭക്ഷണം ഞങ്ങൾ ഒരിക്കൽ പോയി കഴിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെയും കൂടെ ഒരു സംവിധാനം അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ AC ഉണ്ട്, നോൺ AC ഉണ്ട്. പ്രീ ബുക്കിംഗ് ആണ് കേട്ടോ ഇവിടെ. അതായത് ഫോൺ നമ്പറിലൂടെയാണ്, ഫോൺ നമ്പർ പ്രൊവൈഡ് ചെയ്യും, അതിൽ വിളിച്ച് ചോദിച്ചിട്ടാണ് ബുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സൗകര്യങ്ങളും ഒന്ന് വായിച്ച് പറയാം. ഇവിടെ 12 മണിക്കൂറിനാണെങ്കിൽ AC അറ്റാച്ച്ഡ് ഉണ്ട്, AC ഉണ്ട്, നോൺ AC ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ 3 തരത്തിലുള്ള സംവിധാനങ്ങളാണുള്ളത്. അപ്പോൾ AC അറ്റാച്ച്ഡ് ആണെങ്കിൽ 420 രൂപയാണ്. അത് GST ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. നോർമൽ AC ആണെങ്കിൽ 315, നോൺ AC ആണെങ്കിൽ 263. ഇത് 12 മണിക്കൂറിനാണെങ്കിൽ. ഇനി 6 മണിക്കൂറിനാണെങ്കിൽ ഇതേപോലെ AC അറ്റാച്ച്ഡിന് 263, നോർമൽ ACക്ക് 158, നോൺ ACക്ക് 132. ഇപ്പോൾ 3 മണിക്കൂറിനുണ്ട് അവിടെ. അതേപോലെ തന്നെ AC അറ്റാച്ച്ഡ് ആണെങ്കിൽ 158, ACക്ക് 131, നോൺ ACക്ക് 105. വളരെ ചിലവ് കുറവാണ് അല്ലേ. AC വെഡ്ഡിംഗ് ഹാൾ ഉണ്ട് കേട്ടോ അവിടെ. അത് 6 മണിക്കൂറിനും 3 മണിക്കൂറിനും ആയിട്ടാണ്. നമുക്ക് എത്ര സമയം ഉപയോഗിക്കണോ അതിനനുസരിച്ച് ഉപയോഗിക്കാം. 6 മണിക്കൂറിനാണെങ്കിൽ 17,110, 3 മണിക്കൂറിനാണെങ്കിൽ 5,310 ഇൻക്ലൂഡിങ് GST. പിന്നെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഹാളുണ്ട്. അത് 12 മണിക്കൂർ, 6 മണിക്കൂർ, 3 മണിക്കൂറായിട്ടാണ് തുക വരണത്. 11,800, 7,080, 3,540. പിന്നെ എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ ക്ലോക്ക് റൂം ഉണ്ട്. 6 മണിക്കൂറിനാണെങ്കിൽ 10 രൂപയാണ്. വെയിറ്റിംഗ് ഏരിയ 1 മണിക്കൂറിന് 50 രൂപയാണ്. വെയിറ്റിംഗ് റൂം 1 മണിക്കൂറിന് 500 രൂപയാണ്. പിന്നെ ഫ്രഷപ്പ് മാത്രമായിട്ടാണെങ്കിൽ പെർ ഹെഡ് 50 രൂപയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് കിഴക്കേ നടയിലാണ് സ്ഥിതി ചെയ്യണത്. ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്റർ. ഇവിടെയും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും താമസിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെയും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം.
ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നതാണ് ഷീ സ്റ്റേ ഹോം. അതായത് ക്യാപ്റ്റൻ ലക്ഷ്മി ഷീ സ്റ്റേ ഹോം എന്നാണ് അതിൻ്റെ പേര്. ഇത് സ്ഥിതി ചെയ്യുന്നത് വടക്കേ നടയിലാണ് കേട്ടോ, ഔട്ടർ റിംഗ് റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്ത്രീകൾക്ക് മാത്രമേ താമസിക്കാനായിട്ട് സാധിക്കുള്ളൂ. താമസ സൗകര്യം സ്ത്രീകൾക്ക് മാത്രമാണ് ഉള്ളത് കേട്ടോ. ഒറ്റയ്ക്കായിട്ട് വരികയാണെങ്കിലും കൂട്ടമായിട്ട് വരികയാണെങ്കിലും ഒക്കെ ഇവിടെ ഡോർമെറ്ററി സംവിധാനങ്ങൾ അതായത് ഇപ്പം മുൻപ് പറഞ്ഞ സ്ഥലങ്ങളിൽ ഉള്ളതുപോലെ തന്നെ അവൈലബിൾ ആണ്. വ്യത്യാസമുള്ളത് സ്ത്രീകൾക്ക് മാത്രമേ ഇവിടെ താമസിക്കാനായിട്ട് സാധിക്കുള്ളൂ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഷീ സ്റ്റേ ഹോം. ഇവിടെയും ഒരു ഭക്ഷണശാലയൊക്കെ ഉണ്ട് കേട്ടോ. അത് പക്ഷേ ജെൻസിനും കൂടെ ഉപയോഗിക്കാം. അതാണ് പ്രത്യേകത. അപ്പോൾ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. പൊതുവേ സ്ത്രീകൾക്കൊക്കെ ഒറ്റയ്ക്ക് വരാൻ പേടിയാണോ, ഒന്നാമത് റൂം കിട്ടില്ല, അല്ലെങ്കിൽ പേടിച്ചിട്ടൊക്കെ വരാനായിട്ട് മടിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ഇനി ധൈര്യമായിട്ട് വരാം കേട്ടോ. സ്ത്രീകൾക്ക് മാത്രമായിട്ട് സുരക്ഷിതമായിട്ട് താമസിക്കാനായിട്ടുള്ള ഇടമാണ്. അപ്പോൾ നമുക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം കേട്ടോ. ഇവിടുത്തെ റേറ്റുകൾ വരുന്നത് ഡോർമെറ്ററിക്ക് 12 മണിക്കൂർ, 6 മണിക്കൂർ, 3 മണിക്കൂറായിട്ടാണ്. 12 മണിക്കൂറിന് 263 രൂപയാണ്, ഇൻക്ലൂഡിങ് GST ആണ് കേട്ടോ. 6 മണിക്കൂറാകുമ്പോൾ 132, 3 മണിക്കൂറിന് 105 രൂപയാണ്. പിന്നെ ഇവിടെയും ക്ലോക്ക് റൂം ഫെസിലിറ്റി ഉണ്ട്, ഫ്രഷ് അപ്പും ഉണ്ട് കേട്ടോ. ക്ലോക്ക് റൂം 6 മണിക്കൂറിന് 10 രൂപ, ഫ്രഷ് അപ്പ് പെർ ഹെഡ് 30 രൂപ. ഇവിടെയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കുടുംബശ്രീ പ്രവർത്തകർ തന്നെയാണ് കേട്ടോ. അടുത്ത താമസ സൗകര്യം വരുന്നത് ശ്രീകൃഷ്ണ റെസ്റ്റ് ഹൗസ് ആണ് കേട്ടോ. ഇത് ഗുരുവായൂർ ദേവസ്വമാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, അതായത് അവരുടെ കീഴിലാണ്. അതുകൊണ്ട് തന്നെ ദേവസ്വത്തിൻ്റെ റൂം ചാർജസ് ഒക്കെയാണ് ഇവിടെയും വരിക കേട്ടോ. ഇവിടെ പ്രീ ബുക്കിംഗ് ആണ്, ദേവസ്വത്തിൻ്റെ കീഴിലായതുകൊണ്ട് തന്നെ ഇപ്പോൾ പാഞ്ചജന്യമൊക്കെ ബുക്ക് ചെയ്യുമല്ലോ, ദേവസ്വത്തിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് വഴിയാണ് ഇവിടെ ബുക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഇവിടെ AC, നോൺ AC റൂംസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡോർമെറ്ററി സംവിധാനമുണ്ട്, ഫ്രഷപ്പ് സംവിധാനം ഇവിടെ ഇല്ല കേട്ടോ. ഇവിടെ കുടുംബശ്രീ പ്രവർത്തകർക്ക് അവിടുത്തെ ഹൗസ് കീപ്പിംഗ് ചാർജസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും നമ്മുടെ അടുത്ത് ചോദിക്കാറുള്ള ഒരു കാര്യം കൂടിയാണ് കേട്ടോ. ഇവിടെ ഇത് താമസിക്കുന്നവർക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രസാദ ഊട്ടിലെ പങ്കെടുക്കാനുള്ള ടോക്കൺ കൂടെ ലഭിക്കും. അവർക്ക് അതിനുള്ള ഒരു അവസരം കൂടി ഉണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ഒരു റെസീറ്റ് ഒക്കെ ലഭിക്കും കേട്ടോ. അത് ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് ടോക്കൺ കിട്ടും. അത് ആ ചുറ്റമ്പലത്തിനകത്ത് വടക്ക് ഭാഗത്ത് ചന്ദനം കൊടുക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതിന് പുറകിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് ടോക്കൺ ലഭിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ താമസിക്കുന്നവർക്ക് പ്രസാദ ഊട്ടിൽ പങ്കെടുക്കാനുള്ള ഒരു സൗകര്യം കൂടി ഉണ്ട്. അപ്പോൾ ദേവസ്വത്തിന്റെ റേറ്റ് ആയതുകൊണ്ട് ഞാനത് വായിച്ച് കേൾപ്പിക്കുന്നില്ല കേട്ടോ. പ്രീ ബുക്കിംഗ് ആണ്, ബുക്ക് ചെയ്തിട്ട് വേണം ഇവിടെ വരാനായിട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ കൂടെ, ആ സ്ഥലം കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. ഇനി ഇതുകൂടാതെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ലോഡ്ജിങ് സംവിധാനങ്ങളും കൂടെ ഉണ്ട് കേട്ടോ. ശ്രീവത്സം ഉണ്ട്, പാഞ്ചജന്യം ഉണ്ട്, പാഞ്ചജന്യം അനക്സും ഉണ്ട്. പിന്നെ കൗസ്തുഭം ഇപ്പോൾ അവിടെ വർക്കുകൾ മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇപ്പോൾ അത് പ്രവർത്തന യോഗ്യമല്ല. അപ്പോൾ ഈ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതും ആവശ്യമുള്ളവർക്ക്, അവിടെ നിരവധി പേര് ബുക്ക് ചെയ്തിട്ട് വന്ന് താമസിക്കുന്നവരുണ്ട്, അവിടെയും താമസിക്കാം. അതുകൂടാതെ നല്ല കുറഞ്ഞ ചെലവിൽ ഇങ്ങനെ ഓരോരുത്തർക്കും ആവശ്യകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമായിട്ടാണ് വരുന്നതെങ്കിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സൗകര്യത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആ സ്ഥലങ്ങൾ കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ. തീർച്ചയായിട്ടും ഇത് അറിഞ്ഞിട്ട് വരികയാണെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് നേരത്തിന് വേണ്ടിയിട്ട്, കുറച്ച് മണിക്കൂറുകൾക്ക് വേണ്ടിയിട്ട് വലിയൊരു തുക കൊടുത്തിട്ട് നമ്മൾക്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ചിലവിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് എല്ലാവരും ഉപയോഗിച്ചോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമുക്കിനി നാമജപത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം.
കഴിഞ്ഞ ദിവസം 3,41,109 നാമങ്ങളാണ് കേട്ടോ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത്. എല്ലാവരും നന്നായിട്ട് നാമം ചൊല്ലിയിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അക്ഷയ തൃതീയ ദിനത്തിലെ ബലരാമ ജയന്തി ദിനത്തിലെ പരശുരാമ ജയന്തി ദിനത്തിലെ എല്ലാവർക്കും വേണ്ടുവോളം ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗുരുവായൂരിലേക്ക് വരുന്നവർക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ബന്ധുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക. അവർക്കും കൂടെ ആ ഒരു ഉപകാരം ഉണ്ടാകട്ടെ. അപ്പം അങ്ങനെ ഒരു നന്മ കൂടെ നമുക്ക് ചെയ്യാലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും അലങ്കാരങ്ങളും കൂടുതൽ അറിവുകളും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.